നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അയ്യപ്പൻകുന്ന് ഉരുപ്പംകുറ്റി ഞെട്ടിത്തോട് മലയിൽ 47 ദിവസം മുൻപ് പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ആന്ധ്ര സ്വദേശി മാവോയിസ്റ്റ് കവിത കൊല്ലപ്പെട്ടതായി മാവോയിസ്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ചടി മുന്നിൽ കണ്ട കേരള പോലീസ്. വയനാട് തിരുനെല്ലി ഗുണ്ടികപ്പറമ്പ് കോളനിയിലെ കടയുടെ ചുമരിൽ പതിച്ച പോസ്റ്ററുകളിലും പുറത്തുവിട്ട കുറിപ്പിലുമാണ് ഇക്കാര്യം പറയുന്നത്. ഏറ്റുമുട്ടലിൽ തങ്ങളുടെ സഹപ്രവർത്തക കവിത രക്തസാക്ഷിയായെന്നും ഇതിന് പകരം വീട്ടുമെന്നും കാണിച്ച് ഏറ്റുമുട്ടലുണ്ടായി 45 ദിവസത്തിന് ശേഷമാണ് സ്ഥിരീകരണവുമായി മാവോവാദികൾ രംഗത്ത് വന്നത്. നവംബർ 13 രാവിലെയായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റി വക്താവ് ജോഗിയുടെ പേരിലാണ് ലഘുലേഖ. കവിത കബനി ദളം ഏരിയ സെക്രട്ടറി ആയിരുന്നുവെന്ന് ലഘുലേഖയിൽ പറയുന്നു. ലക്ഷ്മി, മല്ലിക, കീർത്തി എന്നീ പേരുകളും ഇവർ സംഘത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. 15 വയസ്സ് മുതൽ മാവോയിസ്റ്റ് പ്രവർത്തകയാണ് ഇവർ. തിരിച്ചടികൾക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് പോലീസ് ജാഗ്രത പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസം തിരുനെല്ലി മേഖലയിൽ പോസ്റ്റർ പതിക്കാൻ എത്തിയത് CP മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വയനാട് സ്വദേശികളായ സോമനും സംഘത്തിൽ ഉണ്ടായിരുന്നു. മറ്റു 4 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. തിരുനെല്ലി ആശ്രമം സ്കൂളിന് സമീപത്തുള്ള കടയിലാണ് മാവോയിസ്റ്റുകൾ കത്ത് ഇട്ടത്. സ്കൂളിന്റെ സൂചനാ ബോർഡിന് മുകളിലും കത്ത് പതിച്ചിരുന്നു. കബനി ദളം ഏരിയ സെക്രട്ടറി ആയിരിക്കെയാണ് ആറത്തള ഏറ്റുമുട്ടലിൽ കവിത കൊല്ലപ്പെടുന്നത്. ഞെട്ടിത്തോട് വനമേഖലയിൽ പെട്രോളിങ്ങിന് പോയ തണ്ടർ ബോൾട്ട് സംഘത്തിന് നേരെ മാവോവാദികൾ വെടിവെച്ചുവെന്ന് തീവ്രവാദ വിരുദ്ധ സേന DIG പുട്ട വിമലാദിത്യ സംഭവ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. വെടിവെപ്പുണ്ടായതോടെ തിരിച്ച് വെടിവെച്ചതായും ഇതോടെ 8 അംഗ മാവോ സംഘം ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയെന്നുമായിരുന്നു വിശദീകരണം. സ്ഥലത്ത് ചോരപ്പാടുകൾ കണ്ടെത്തിയതായും 2 ഷെഡുകൾ കണ്ടെത്തിയതായും DIG അന്ന് പറഞ്ഞിരുന്നു. മാവോവാദി കബനിദളം ഗ്രൂപ്പിലെ CP മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള 8 അംഗ സംഘമായിട്ടാണ് ഏറ്റുമുട്ടലുണ്ടായത്. 2 പേർക്ക് വെടിയേറ്റതായും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും സ്ഥിരീകരിക്കാതെ റിപ്പോർട്ടുകളും അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇതേസമയം CP മൊയ്തീന്റെ സംഘമാണ് ഗുണ്ടാപ്പറമ്പിൽ പോസ്റ്റർ ഒട്ടിക്കാനും എത്തിയത്. സാധാരണ പരിക്കേറ്റ മാവോയിസ്റ്റുകളെ കോയമ്പത്തൂരിലോ തിരുനെൽവേലിയിലോ എത്തിച്ച് ചികിത്സ നൽകാനുള്ള സംവിധാനം മാവോയിസ്റ്റുകൾക്ക് ഉണ്ടെങ്കിലും ഏറ്റുമുട്ടൽ ഉണ്ടായതിനു ശേഷം കനത്ത പോലീസ് കാവൽ കാരണം മാവോയിസ്റ്റുകൾക്ക് കാടിന് പുറത്തിറങ്ങാൻ പറ്റാതെയായി. തുടർന്ന് വനത്തിൽ ഉള്ളിൽ തന്നെ വെച്ച് ചികിത്സ തുടരുകയായിരുന്നു. കവിതയുടെ മൃതദേഹം ഒരു വിപ്ലവകാരിക്ക് ലഭിക്കേണ്ട എല്ലാ ബഹുമതികളും നൽകി പശ്ചിമഘട്ട വനമേഖലയിൽ സംസ്കരിച്ചതായും ജോഗിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. LDF ഭരണകാലത്ത് കൊല്ലപ്പെടുന്ന 9ാമത്തെ മാവോയിസ്റ്റ് നേതാവാണ് കവിത. ആന്ധ്രയിലെ രായല സിമിയിൽ ദരിദ്ര കർഷക കുടുംബത്തിലാണ് ലക്ഷ്മി എന്ന കവിത ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പീപ്പിൾ ലിബറേഷൻ ഗറില്ല ആർമിയിൽ ചേർന്നു. മാവോയിസ്റ്റ് വാദിയായിരുന്ന ഭർത്താവ് ലിജീഷ് എന്ന രാമു 2021 പോലീസ് കീഴടക്കിയെങ്കിലും കവിത ഗറില്ല ആർമിയിൽ തുടർന്നു. ലിജീഷിനെ വിപ്ലവ ദ്രോഹി എന്നാണ് പശ്ചിമഘട്ടം പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ കത്തിൽ പറയുന്നത്. ആന്ധ്രയിലും ദക്ഷിണ കർണാടകത്തിലെ ഭുഗവേന്ദ്ര ദളത്തിലും അംഗമായിരുന്ന കവിത പാർട്ടി നിർദ്ദേശപ്രകാരമാണ് പശ്ചിമഘട്ടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത്. കവിതയുടെ വിയോഗം വിപ്ലവ പാർട്ടിക്ക് തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നാണ് മേഖലാ കമ്മിറ്റിയുടെ കത്തിൽ പറയുന്നത്. ഹൃദയം കീറിമുറിക്കുന്ന വേദനയാണ്. ഈ വേദന ശക്തിയാക്കി മാറ്റുവാനും രക്തസാക്ഷികളുടെ രക്തത്തിന് പകരം വീട്ടുവാനും സർവശക്തിയും സംഭരിക്കും എന്നതാണ് മുന്നിലുള്ള കടമ. കഴിഞ്ഞ 1 മാസത്തിനിടെ 4 തവണയാണ് പശ്ചിമഘട്ടത്തിൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടത്. ഓപ്പറേഷൻ സമാധാൻ എന്ന പേരിൽ മാവോവാദികൾ വിപ്ലവ ശക്തികളെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ RSS നേതൃത്വം നൽകുന്ന മോദി സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ B ടീമായ പിണറായി സർക്കാരുമായി ചേർന്ന് ഓപ്പറേഷൻ നടക്കുന്നത്. അയ്യപ്പൻകുന്ന്, ആറളം, തവിഞ്ഞാൽ, കേളകം, തിരുനെല്ലി എന്നിവിടങ്ങളിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാനനപാതകൾ അരിച്ചുപെറുകയും ആകാശ വീക്ഷണം വഴിയും വ്യാപകമായി കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുകയാണ് CPI. മാവോയിസ്റ്റ് യോഗി പശ്ചിമഘട്ട മേഖലാ കമ്മിറ്റി ജോഗി എന്ന പേരിൽ എഴുതിയ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്.